എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ RRB വിളിച്ചിട്ടുള്ള ടെക്നീഷ്യൻ, ALP, RPF തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ക്ലാസ്സുകളാണ് നോക്കുന്നത്. സയൻസ് RRB എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സയൻസിലെ ഫിസിക്സിനകത്തുനിന്ന് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നാണ് നോക്കേണ്ടത്. എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് എല്ലാം ഹൈറ്റ്, ടെമ്പറേച്ചർ, വോളിയം എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റികളെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ബേസിസില്, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ടോ, മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയോ അതോ ഡയറക്ഷനും അതിനെ മെഷർ ചെയ്യാനായിട്ട് വേണമോ എന്നുള്ളത് ബേസിസിൽ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നീട് നമുക്ക് മെഷറിംഗ് യൂണിറ്റ് അനുസരിച്ചിട്ട് വേറൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. മെഷർ ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഡയറക്ഷനും കൂടി വേണം എന്നുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസ്, ഡയറക്ഷനും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. ഈ മെഷറിംഗ് യൂണിറ്റിന്റെ അനുസരിച്ചിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ് ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഫണ്ടമെന്റൽ, ഡിറൈവ്ഡ്. ഇത് രണ്ടും അല്ലാത്തത്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ സപ്ലിമെന്ററി, ഇത് രണ്ടും അല്ലാത്ത യൂണിറ്റ്സ് സപ്ലിമെന്ററി യൂണിറ്റ്, ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, സ്കെയിലാർ ആൻഡ് വെക്ടർ, ഓൺ ദ ബേസിസ് ഓഫ് മെഷർമെന്റ് യൂണിറ്റ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, സപ്ലിമെന്ററി ക്വാണ്ടിറ്റി, ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ, അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളത്. അപ്പൊ ലെങ്ത് ഉണ്ട്, ഏരിയ ഉണ്ട്, വോളിയം. എക്സാമ്പിൾസ് ആണ് സ്പീഡ്, മാസ്, ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ, എനർജി, വർക്ക്, പവർ. ഇതെല്ലാമാണ് നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഡയറക്ഷൻ ഒന്നും നോക്കുന്നില്ല. ഇപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏത് ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ ഏതിലാണ്, മീറ്ററിലാണ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏരിയ ആണെങ്കിലോ മീറ്റർ സ്ക്വയർ, വോളിയം മീറ്റർ ക്യൂബ് ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലാണ് സ്പീഡ് പറയുന്നത്. മാസ് കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി, ഇപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കിലോഗ്രാം മീറ്റർ ക്യൂബ്, പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷറിന്റെ യൂണിറ്റ് നമുക്ക് പാസ്കൽ ആണ്. പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്, പാസ്കൽ ആണ് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. എനർജിയും വർക്കിന്റെയും യൂണിറ്റ് നമുക്ക് ജൂളിൽ തന്നെ പറയാം. അതുപോലെ തന്നെ പവർ ഉണ്ട്. പവർ എന്ന് വെച്ചാൽ വർക്ക്, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. വർക്ക് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. ജൂൾ പെർ സെക്കൻഡ്. ഇത്രയും നമുക്ക്
സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഡിസ്പ്ലേസ്മെന്റ് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വെലോസിറ്റി, വെയിറ്റ്, ഫോഴ്സ്, മൊമെന്റം, ആക്സിലറേഷൻ. ഇത്രയാണ് വെക്ടർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മെഷർ ചെയ്യാനായിട്ട് വേറെ മറ്റു ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫണ്ടമെന്റൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്നാ പറയുന്നത്. ഈ ബേസ് ക്വാണ്ടിറ്റീസ് എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ലെങ്തിന്റെ എന്താണ്? മീറ്റർ ആണ്. ടൈം സെക്കൻഡ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. മാസ് കിലോഗ്രാം ആണ്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ. ലൂമിനൻസ് ഇന്റൻസിറ്റി ക്യാൻഡലയിലാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? യൂണിറ്റ് മോൾ ആണ്. ഇതെല്ലാം യൂണിറ്റ്സ് ആണ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പലുകളാണ് പറഞ്ഞത്. സിമ്പല് ഇവിടെ മോളിന്റെ ഇവിടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സിമ്പൽ മോൾ എന്നാണ്. ലൂമിനൻസ് ഇന്റൻസിറ്റി CD എന്നാണ് സിമ്പല്. പിന്നെ ഇലക്ട്രിക് കറണ്ട് ആംപിയർ എന്ന് തന്നെയാണ് സിമ്പൽ വരുന്നത്. A എന്നാണ്. മാസിൻ്റെത് കിലോഗ്രാം, സിമ്പൽ കിലോഗ്രാം ആണ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. ടൈം സെക്കൻഡ്സ് ആണ്. ലെങ്തിന്റെ മീറ്റർ ആണ്. ഇത്രയാണ് നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ നോക്കണം. ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടിറ്റീസ്. ഇപ്പം 7 പ്രിൻസിപ്പൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു. അതിന്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ്. സ്പീഡ്, ഏരിയ, വോളിയം, വർക്ക്, എനർജി, ഇവയൊക്കെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ലെങ്ത് ആയിട്ട് എടുക്കുക. ഇവിടെ ടൈം ഇത് രണ്ടിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഏരിയ മീറ്റർ ക്യൂബ് ആണ്. ഏരിയ എന്താണ്? ആണെങ്കിലും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അങ്ങനെ എടുക്കാം. വോളിയം ആണെങ്കിൽ L/V/H മീറ്റർ ക്യൂബ് പറയാം, മീറ്റർ സ്ക്വയർ പറയാം. വർക്ക് എനർജിയുടെ ഒക്കെ യൂണിറ്റ് എന്താണ്? ജൂളിലാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടിറ്റീസിനെ വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മെഷർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയിട്ട് വരുന്നത് ഫണ്ടമെന്റലും ഡിറൈവ്ഡും അല്ലാതെ വരുന്ന ക്വാണ്ടിറ്റീസിനെയാണ്. പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് പ്ലെയിൻ ആംഗിൾ, അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ, ഒരു 3 ഡയമെൻഷണൽ ഉള്ളിലുള്ള ഒരു ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് സോളിഡ് ആംഗിൾ സ്റ്റെറിഡിയൻ ആണ്. SR എന്ന് പറയുന്നത്. റേഡിയനും സ്റ്റെറിഡിയനുമാണ് നമ്മുടെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. റേഡിയനും സ്റ്റെറിഡിയനുമാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ്. 3 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് ഉള്ളത്. സെന്റിഗ്രാം, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് അഥവാ ഫ്രഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റം. എന്താണ്? ഒന്നാമത്തെ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് അല്ലെങ്കിൽ ഫ്രഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ സെന്റിമീറ്റർ സിസ്റ്റം മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ CGS സിസ്റ്റത്തില് ലെങ്തിനെ സെന്റിമീറ്റർ ആയിട്ടും മാസിനെ നമ്മൾ ഗ്രാമിലും ടൈമിനെ സെക്കൻഡിലുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ഫൂട്ട് പൗണ്ട് സിസ്റ്റം ആണ്. FPS സിസ്റ്റം. ലെങ്തിനെ ഫൂട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നു, മാസ് പൗണ്ടില്, ടൈം സെക്കൻഡില് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഫൂട്ട് പൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് MKS സിസ്റ്റം ആണ്. ലെങ്ത് മീറ്ററിലും മാസ് കിലോഗ്രാമിലും ടൈം സെക്കൻഡിലുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ നോക്കിയത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. SI സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്രഞ്ച് സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് വന്നത്.
യൂണിവേഴ്സൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം ഓഫ് യൂണിറ്റിനെയാണ്. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ 7 എണ്ണം തന്നെയാണ്. ടൈം, ലെങ്ത്, മാസ്, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനൻസ് ഇന്റൻസിറ്റി. ഇത്രയുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇത് വരുന്നത്. ലൂമിനൻസ് ഇന്റൻസിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഏരിയ മീറ്റർ സ്ക്വയർ, വോളിയം മീറ്റർ ക്യൂബ്, ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോഴ്സ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് F ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. പ്രഷർ, ഇമ്പൾസ് ന്യൂട്ടൺ സെക്കൻഡിലാണ്. പിന്നെ പ്രഷർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. വർക്ക് ന്യൂട്ടൺ മീറ്റർ. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സം ഇൻസ്ട്രുമെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് മെഷർ ചെയ്യാനായിട്ട്. എക്സാമ്പിൾ എല്ലാ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ സം ഇമ്പോർട്ടന്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സം ഇമ്പോർട്ടന്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നോക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൾട്ടിമീറ്റർ എന്താ ചെയ്യുന്നത്? ആൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ടാണ്, ഉയരം മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എവിടെയാണ്? എയർക്രാഫ്റ്റിലാണ് ആൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ എന്ത് ചെയ്യുന്നു? മെഷേഴ്സ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. അനിമോമീറ്റർ ഉപയോഗിക്കുന്നത് വെലോസിറ്റി ഓഫ് വിൻഡ് ആൻഡ് വിൻഡിന്റെ ഡയറക്ഷൻ, വെലോസിറ്റി സ്പീഡ് ഓഫ് വിൻഡും ഡയറക്ഷനും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അനിമോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നു. ഫാത്തോമീറ്റർ ആണെങ്കിൽ ഡെപ്ത് ഓഫ് ഓഷൻ, സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫാത്തോമീറ്റർ. ഗാൽവനോമീറ്ററോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നു. ഗാൽവനോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട്. ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഡെൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ ആണെങ്കിലോ ലെവൽ ഓഫ് ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഹൈഗ്രോമീറ്റർ. മാനോമീറ്റർ പ്രഷർ ഓഫ് ഗ്യാസിന്റെ പ്രഷർ ആണ് മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താണ്? മാഗ്നിഫൈഡ് വ്യൂ ഓഫ് സ്മോൾ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനാണ്, നോക്കാനാണ് മൈക്രോസ്കോപ്പ്. സിഗ്മോമാനോമീറ്റർ ആണ് മെഷേഴ്സ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് സിഗ്മോമാനോമീറ്റർ യൂസ് ചെയ്യുന്നു. അതുപോലെ സ്റ്റെതസ്കോപ്പ് എല്ലാവർക്കും അറിയാം. ഹേർട്ടിന്റെ ലങ്സിന്റെ സൗണ്ട് മെഷർ ചെയ്യാനാണ് സ്റ്റെതസ്കോപ്പ്. ടാക്കോമീറ്റർ എന്ന് പറയുന്നത് മെഷീൻസിനകത്ത് റൊട്ടേഷണൽ സ്പീഡ് കണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. കലോറിമീറ്റർ എന്തിനാണ്? ഹീറ്റ് കണ്ടന്റ് മെഷർ ചെയ്യാനാണ് കലോറിമീറ്റർ. ലാക്ടോമീറ്റർ പ്യൂരിറ്റി ഓഫ് മിൽക്ക്, പിന്നെ പാലിൽ എത്ര ശതമാനം വെള്ളമുണ്ടെന്ന് മെഷർ ചെയ്യാൻ ലാക്ടോമീറ്റർ. വിസ്കോമീറ്റർ ലിക്വിഡിന്റെ വിസ്കോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിസ്കോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. എല്ലാവരും പുതിയ ക്ലാസ്സുകൾക്ക് വേണ്ടി സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെയിൽവേക്ക് വേണ്ടുന്ന എല്ലാ സിലബസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.